നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. രണ്ട് വാക്കുകളെ പരിചയപ്പെടുന്നു. ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻസ്. ഈ വ്യത്യാസം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 3 പദങ്ങളാണ് ശരിക്കും. ഡയമെൻഷൻ എന്നൊരു വാക്ക്, ഡയമെൻഷണൽ ഫോർമുല എന്നൊരു വാക്ക്, ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്നൊരു വാക്ക്. വളരെ പ്രധാനപ്പെട്ട 3 പദങ്ങളാണ്. ഡയമെൻഷൻ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. അടുത്ത 2 വാക്കുകളെ പരിചയപ്പെടാം. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ ഫോർമുല? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡയമെൻഷൻസ് ഈസ് കോൾഡ് ഡയമെൻഷണൽ ഫോർമുല. അതാണ് ഞാൻ പറഞ്ഞത്. ഡയമെൻഷൻ എന്നുള്ള വാക്ക് അറിയണം. വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയമെൻഷൻ പറഞ്ഞിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കാണണം. ഇനി എക്സാമ്പിൾ കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കിട്ടാനായിട്ട് ദൂരം ബൈ സമയമാണ് ചെയ്യേണ്ടത്. ദൂരത്തിന് നമ്മൾ എൽ എന്ന് എഴുതുന്നു, ബൈ സമയം എന്നുള്ളതിന് ടി എന്ന് എഴുതുന്നു. അപ്പം എൽ ബൈ ടി എന്ന് എഴുതുന്നു. ടി മുകളിൽ പോയാൽ എൽ ടി പവർ -1. എം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ പവർ 0. എല്ലിൻ്റെ പവർ 1. പക്ഷെ നമ്മൾ എപ്പോഴും എക്സ് എന്ന് എഴുതിയ എക്സ് പവർ 1 എന്ന് എഴുതാറില്ലല്ലോ, എ എന്ന് എഴുതിയ എ പവർ 1 എന്ന് എഴുതാറില്ലല്ലോ. അതുകൊണ്ട് എൽ പവർ 1 എന്ന് എഴുതുന്നില്ലെങ്കിലും ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എമ്മിൻ്റെ പവർ 0, എല്ലിൻ്റെ പവർ 1, ടിയുടെ പവർ -1. പക്ഷേ ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മൊത്തം എല്ലാവരുടെയും പവറും കൂടെ ഒരുമിച്ച് എഴുതുകയാണ്. എമ്മിൻ്റെ പവറും എല്ലിൻ്റെ പവറും ടിയുടെ പവറും ചേർത്ത് എഴുതുകയാണ്. ഓരോരുത്തരുടെ ഒറ്റയ്ക്ക്. ഇപ്പം ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എമ്മിൻ്റെ പവർ 0, എല്ലിൻ്റെ പവർ 1, ടിയുടെ പവർ -1 എന്ന് വേറെ തന്നെ പറയണം. പക്ഷേ ഡയമെൻഷൻ ഫോർമുല എന്ന് ചോദിച്ചാൽ ഇത് ചേർത്ത് പറയണം. എം പവർ 0, എൽ പവർ 1, ടി പവർ -1. വ്യത്യാസം മനസ്സിലായോ? ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ പവറുകളെ മാത്രമാണ്. ഇതിനെ ഒരുമിച്ച് എല്ലാതും കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതുന്നതിനാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷണൽ ഇക്വേഷൻ എന്താ നമുക്ക് നോക്കാം. ദ ഡയമെൻഷണൽ ഫോർമുല റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ ഈസ് കോൾഡ് ഡയമെൻഷണൽ ഇക്വേഷൻ. നോക്കാം, എങ്ങനെയാ വരിക നോക്കിയേ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് ഒരു ഇക്വേഷനാണ്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഡയമെൻഷൻ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ക്വാണ്ടിറ്റീസിനെ എടുത്തെഴുതി നമ്മളത് ഫോർമുല രൂപത്തിലാക്കി. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ L² എന്ന് മാത്രം എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം എന്താ? എമ്മും ടിയും ഉപയോഗിച്ചിട്ടില്ല. യൂണിറ്റാണ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് മൊത്തം കൂടെ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയും. ഈ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ എൽ ഇൻറ്റു എൽ ആണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഇത് അതിൻ്റെ പവർ. അപ്പോൾ ഡയമെൻഷൻ എത്രയാണ്? ഏരിയയുടെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ L² എന്ന് വെച്ചാൽ എല്ലിൻ്റെ പവർ 2. ഈ 2 ആണ് ഇവിടുത്തെ ഡയമെൻഷൻ. എല്ലിൻ്റെ, എമ്മിനും ടിക്കും ഡയമെൻഷൻ ഇല്ല എന്നും പറയണം. പക്ഷേ ഫോർമുല ചോദിച്ചാൽ ഈ രീതിയിൽ എഴുതണം. ഇനി നിങ്ങൾ T0 എം പവർ 0 എന്ന് എഴുതിയില്ല, ഇങ്ങനെയാണ് എഴുതിയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് കറക്റ്റ് ഡയമെൻഷണൽ ഫോർമുല. വോളിയം പറയുകയാണ് ഇതേപോലെ, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്, L3. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഓരോ ടേംസ്, അതാണ് ഡയമെൻഷണൽ ഫോർമുല റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ. ഇക്വേഷൻ രൂപത്തിൽ എഴുതുന്നതിന് പറയുന്ന പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഡയമെൻഷണൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ L3 എത്തിച്ചേരുന്നത്. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, എം പവർ 0, ടി പവർ 0. ഇനി L3 എന്ന് മാത്രം എഴുതിയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഫോർമുല, പക്ഷേ ഡയമെൻഷണൽ ഫോർമുല എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇതാണ് ശരി. മീറ്റർ ക്യൂബ് യൂണിറ്റ്. മറ്റൊന്ന് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് എം ആണെന്നറിയാം, വോളിയം നമ്മൾ ഇതേ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പം നേരിട്ട് എടുത്തെഴുതി.
ഇനി എൽ പവർ 3 മുകളിൽ പോകുന്നതാണ് എൽ പവർ -3. അതായത് 1/L⁻³ എന്ന് പറഞ്ഞാൽ 1/L⁻³ മുകളിൽ പോയ എൽ പവർ -3. അപ്പോൾ നോക്കൂ, എമ്മിൻ്റെ പവർ കണ്ടോ 1. എം എന്ന് പറഞ്ഞാൽ അർത്ഥം എം പവർ 1, L -3, T പവർ 0. ടി ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇവിടെ ടൈം എന്നൊരു സാധനം വരുന്നില്ല. ഇനി യൂണിറ്റ് പറഞ്ഞാൽ മാസ് കിലോഗ്രാമിലും വോളിയം മീറ്റർ ക്യൂബിലും. അപ്പോൾ kg/m³. അപ്പോൾ നോക്കൂ, യൂണിറ്റും ഡയമെൻഷനുമായിട്ട് നല്ല ബന്ധമുണ്ട്. യൂണിറ്റ് കിട്ടിയാൽ ഡയമെൻഷൻ കിട്ടും, ഡയമെൻഷൻ കിട്ടിയാൽ യൂണിറ്റ് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കിയേ, മാസ് അല്ലേ, മാസിന് കിലോഗ്രാം എന്ന് എഴുതണം. ലെങ്ത് അല്ലേ, ലെങ്ത്തിന് മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. പക്ഷേ -3 ആയതുകൊണ്ട് പെർ മീറ്റർ ക്യൂബ്. കണ്ടോ ഇവിടെ ബൈ-മീറ്റർ-ക്യൂബ് എന്നായിട്ടിരിക്കുന്നത്. ബൈ-മീറ്റർ-ക്യൂബ് മുകളിൽ പോയാൽ മീറ്റർ -3 എന്ന് എഴുതാൻ പറ്റും. കിലോഗ്രാം മീറ്റർ -3 എന്താ ഞാൻ ഇവിടെ നോക്കി എഴുതുന്നത്. കിലോഗ്രാം എന്ന് എഴുതാൻ കാരണം കിലോഗ്രാം പവർ 1, മീറ്റർ പവർ -3 എന്ന് എഴുതാൻ കാരണം L പവർ -3. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കൂ, മീറ്റർ പവർ 3, ഇവിടെ എന്താ മീറ്റർ പവർ 2. ഇത് കിട്ടിയാൽ ഇത് എഴുതാം, ഇത് കിട്ടിയാൽ ഇത് എഴുതാം. യൂണിറ്റും ഡയമെൻഷനും ഒപ്പം നമ്മൾ പഠിക്കാറ്. അടുത്തൊരു ക്വാണ്ടിറ്റി വെലോസിറ്റി. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത്, വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ദൂരം ബൈ സമയം. ദൂരം എന്താണ് L, ടൈം എന്താണ് T. ടി മുകളിൽ പോയതാണ് T പവർ -1. അപ്പോൾ എമ്മിൻ്റെ പവർ വീണ്ടും 0, എല്ലും T പവർ -1. L എന്ന് പറഞ്ഞാൽ L പവർ 1. കണ്ടില്ലേ, ഈ ഇങ്ങനെ മൊത്തം ഇതിൻ്റെ ഓരോരുത്തരുടെയും പവർ ചേർത്ത് എഴുതുന്നതാണ് ഡയമെൻഷണൽ ഫോർമുല. ഇതെന്ന് പറയുന്ന ഡയമെൻഷണൽ ഇക്വേഷൻ, ഇതിൻ്റെ പവർ ഡയമെൻഷൻ. ഇവിടെ നോക്കൂ, ലെങ്ത്ത് T പവർ -1. ലെങ്ത്തിന് ഞാൻ മാസ് എന്ന് എഴുതി, T പവർ -1ന് പെർ സെക്കൻഡ് എന്ന് എഴുതി, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് പവർ -1 എന്ന് എഴുതണം. മറ്റൊന്ന് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, നേരെ എടുത്ത് എഴുതിയതാണ് LT പവർ -1, ടൈം T. വീണ്ടും ഒരു ടിയും കൂടെ മേലെ പോയി, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു -1 കൂടെ വന്നു, അതാണ് -2. T പവർ -1, ഇത് മേലെ പോയ -1, അപ്പോൾ -1 പ്ലസ് -1 -2. ലോ ഓഫ് ഇൻഡിസസ് ആണേ. ഇനി വീണ്ടും പവറുകൾ ഉപയോഗിക്കുന്നു, ഇതേപോലെ തന്നെ. ഇതാ ലെങ്ത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ, പവർ -2 ആയതുകൊണ്ട് പെർ സെക്കൻഡ് സ്ക്വയർ, അഥവാ മീറ്റർ സെക്കൻഡ് പവർ -2 എന്ന് എഴുതണം. ഇനി ഫോഴ്സ്. എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ഡയമെൻഷനാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഗുണം ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ്റെ കൂടെ എമ്മും കൂടെ ചേർത്താൽ മതി. എം ഇതാ ചേർത്തു, ബാക്കിയൊക്കെ അവിടെ ഉണ്ട് എം. അപ്പോൾ M പവർ 1, L പവർ 1, T പവർ -2. ഇത് ഡയമെൻഷണൽ ഫോർമുല. ഈ ഓരോ ഡയമെൻഷനും എടുത്തെഴുതുന്നതിനാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുക കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റ് മറക്കരുത്, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം, എന്നാലേ അത് ഡയമെൻഷൻ ആണെന്ന് വായിക്കുകയുള്ളൂ. ഇത് അതിന് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷനാണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി നോക്കൂ, ഇതിൻ്റെ യൂണിറ്റ് ഇവിടെ നിന്ന് തന്നെ എഴുതാം, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ സെക്കൻഡ് സ്ക്വയർ മുകളിൽ പോയാൽ സെക്കൻഡ് പവർ -2 എന്ന് എഴുതാം. ഇതിന് ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ. കാരണം ഫോഴ്സ് എം എന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. സാറിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ N എന്നിടുന്നത് കേട്ടോ. ഇത് ഇത്രയും കൂടെ ചേർന്നാൽ N ആണ്, ന്യൂട്ടൺ N. ഇനി പ്രഷർ, മറ്റൊന്ന് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് കിട്ടിയില്ലേ, ml T പവർ -2. ഏരിയ നമുക്ക് നേരത്തെ ആദ്യം തന്നെ കിട്ടി L². അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു L², ഇവിടെ ഒരു L. ഈ L² മുകളിൽ പോകുമ്പോൾ -2 ആവും. ഇവിടെ ഒരു 1 ഉണ്ട്, 1ഉം -2ഉം കൂടെ ചേർന്നാൽ -1. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇൻഡിസസ്, ലോ ഓഫ് ഇൻഡിസസ് അറിഞ്ഞെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾ ഡയമെൻഷൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ഇത് ബുദ്ധിമുട്ടായിട്ടല്ല, നിങ്ങൾക്ക് ആ ഇൻഡിസസിൻ്റെ റൂൾസ് അറിയാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതും കാണണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് എഴുതിയിരിക്കുന്നത് അത്രയും. ഇതുപോലെ തന്നെ വർക്ക് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സ് നമ്മൾ നേരത്തെ എഴുതി വെച്ചു, ഇതാണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ്, രണ്ടും കൂടെ. അപ്പോൾ ഇവിടെ ഒരു എല്ലും ഇവിടെ ഒരു എല്ലും, L². ml T പവർ -2 ആയിരുന്നു ഫോഴ്സിന് കിട്ടിയതെങ്കിൽ ml² T പവർ -2 ആണ് വർക്ക്.
എളുപ്പമുണ്ട് ഓർക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൽ നിന്ന് യൂണിറ്റ്. ഇനി നോക്കൂ, ന്യൂട്ടൺ മീറ്റർ എന്ന് ഇതിന് പറയും, അഥവാ ജൂൾ. അത് ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അതായത് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു, അതാണ് ന്യൂട്ടൺ. അതിന് 1 മീറ്ററും കൊണ്ട് ഗുണിച്ചതാണ് ന്യൂട്ടൺ മീറ്റർ. ഇതും വേറൊരു സയൻറ്റിസ്റ്റാണ്, ജൂൾസ് ഹീറ്റിംഗ് എന്നൊക്കെ പറയും. I²RT, ജൂൾസ് ഹീറ്റിംഗ്. ജൂൾ എന്ന് അദ്ദേഹത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് ആ യൂണിറ്റ് ജൂൾ എന്ന് പറയും. ഓക്കെ, വർക്കിൻ്റെ. മറ്റൊന്ന് കൈനറ്റിക് എനർജി, ½ mv² നമുക്കറിയാം. അപ്പോൾ മാസ് എഴുതി, ഹാഫിന് യൂണിറ്റ് ഇല്ല കേട്ടോ. ഈ ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഡയമെൻഷൻ്റെ ഒരു പോരായ്മയാണ്, ഈ കോൺസ്റ്റൻസിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പം മാസിൻ്റെ എഴുതണം. മാസ് എന്ന് പറഞ്ഞാൽ എം എഴുതി, കാരണം എല്ലും ടിയും വേണ്ട. വി എന്ന് പറഞ്ഞാൽ L⁻⁻1 പക്ഷേ V² ഉണ്ട്, അതുകൊണ്ട് 2 തവണ എഴുതി. എം രണ്ടിടത്തും ഇല്ല കേട്ടോ. വെലോസിറ്റി L⁻⁻1 L⁻⁻1 2 തവണ എഴുതി. ഇനി അതൊക്കെ കൂടെ ചേർത്തങ്ങ് എഴുതിയാൽ മതി. ഏതൊക്കെയാണ് വരിക? M1 തന്നെ, L 2 വട്ടം വേണം, T 2 വട്ടം വേണം. അപ്പോൾ mL²T⁻². ഇത് വീണ്ടും ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ. ശ്രദ്ധിക്കുക, വർക്കിൻ്റെയും എനർജിയുടെയും ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്. കൈനറ്റിക് എനർജി ആണെങ്കിലും ശരി, പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്. നോക്കാം, mgh. എം എഴുതി, മാസ് മാത്രം, മറ്റു രണ്ടുപേരും ഇല്ല. L എഴുതി, T⁻² എഴുതി, കാരണം ഇത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇത് ആക്സിലറേഷൻ്റെ ഡയമെൻഷനാണ്. എം വീണ്ടും 0. ഇനി H എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, അതാണ് L. മറ്റു രണ്ടുപേരും 0. ഒക്കെ കൂടെ ചേർത്ത് എഴുതിയാൽ എന്ത് വരും നോക്കിയേ? എമ്മിൻ്റെ പവർ 1, ഇവിടെ ഒരു L, ഇവിടെ ഒരു L², T⁻². അപ്പോൾ വീണ്ടും ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ. അപ്പോൾ കൈനറ്റിക് എനർജി ആണെങ്കിലും ശരി, പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും ശരി, എനർജി എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയുക. ഇത് വർക്കാണ്. വർക്കിൻ്റെയും കൈനറ്റിക് എനർജിയുടെയും ഡയമെൻഷൻ. കൈനറ്റിക് എനർജി എന്നല്ല, എനി എനർജി, വർക്ക്, ബോത്ത് ഹാവ് സെയിം ഡയമെൻഷൻ. തെറ്റരുത്. അടുത്തത് പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. വർക്ക് നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചു, mL²T⁻⁻. ഞാൻ പറഞ്ഞു ഫോഴ്സിൻ്റെ കൂടെ ഒരു എല്ലും കൂടെ ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനെ ടൈം കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പം മാസും 0, ലെങ്ത്തും 0, ടൈം കൊണ്ട് ഹരിച്ചു. ഈ ടൈം മേലെ പോയതാണ് T⁻⁻3. അപ്പം ജൂള് വരെ നമുക്ക് കിട്ടിയിരുന്നു. ജൂൾ ബൈ സെക്കൻഡാണ്. ജൂൾ ബൈ സെക്കൻഡിന് വാട്ട് എന്നാണ് പറയുക. പവറിൻ്റെ യൂണിറ്റ് ജൂൾ ബൈ സെക്കൻഡ് അഥവാ വാട്ട് എന്നാണ് പറയുക. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ളതാണ് കേട്ടോ. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം. ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കറണ്ടിനെ ഉപയോഗിക്കുന്നത്. കറണ്ടിൻ്റെ ഡയമെൻഷൻ A എന്നെഴുതും, A⁻1 ഇൻറ്റു ടൈം T. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ടൈം, കൊളുംബ്. വീണ്ടും ശാസ്ത്രജ്ഞൻ്റെ പേരാണ്, COULOMB. കൊളുംബിൻ്റെ C ആണ് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ C, ചാർജിൻ്റെ യൂണിറ്റ്. ഇനി പൊട്ടൻഷ്യൽ. ഇതൊക്കെ നമ്മൾ +2ലാണ് ഈ ടേംസ് ഒക്കെ കൂടുതൽ പഠിക്കുന്നത്. +1 ഈ വാക്കുകൾ വരുന്നില്ല. +1 കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, +2 തന്നെയാണ്. ഇവിടെ ഇലക്ട്രിക് കറണ്ട് എന്നൊരു ലെസണുണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തന്നെ ഒരു ലെസണുണ്ട് +2. അപ്പോൾ ഇവിടെ വീണ്ടും വർക്ക് ബൈ ചാർജാണ്. എന്താണെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ +2 പഠിക്കും. വർക്ക് ബൈ ചാർജാണ്. വർക്ക് നമ്മൾ ഇതേ ഈ വർക്ക് അതുപോലെ എഴുതി. ചാർജ് നമ്മളിവിടെ പഠിച്ചുല്ലോ, AT എന്ന് എഴുതണം. ആ AT ഇവിടെ എഴുതി. ഇനി ഇതൊക്കെ മുകളിൽ കൊണ്ടുപോകാം. M അങ്ങനെ തന്നെ അവിടെ ഉണ്ട്, L അങ്ങനെ തന്നെ ഉണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. Aയുടെ മുകളിൽ കൊണ്ടുപോകണം, Tനെ മുകളിൽ കൊണ്ടുപോകണം. ഇവിടെ -2 ഉണ്ട്, അതിൻ്റെ കൂടെ 1 കൂടെ വന്നപ്പം -3. ഇത്രയും നമ്മളിവിടെ ചെയ്തു വെച്ചതാ. mL²T⁻⁻3 എന്നുള്ളത് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ ഒരു ആംബിയറും കൂടെ, A⁻⁻1. അപ്പോൾ ഇത് വോൾട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വർക്ക് ബൈ ചാർജ്. ഇവിടെ വർക്ക് ബൈ ടൈം ആണ്, ഇവിടെ വർക്ക് ബൈ ചാർജ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുറേ എക്സാമ്പിൾസൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.